ചെകുത്താനെ കൂടെ നിർത്തണമെന്ന് കഴുകന്മാരൊന്ന് മോഹിച്ചു കഴിഞ്ഞാൽ കഴുകന്മാരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ആ ഒരു പോരാട്ടവെറ ചെകുത്താന്റെ കൂടെ ഉള്ളതുകൊണ്ട് കഴുകന്മാർക്ക് എന്നും കൂടെ നിർത്താൻ പറ്റിയ മുതലായിരിക്കും ആ ചെകുത്താൻ. പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ ചെകുത്താനായിട്ടുള്ള നവാസ് സദോയെക്കുറിച്ചാണ്. നവാസ് സദോയുടെ മേൽ ബംഗളൂരു എഫ്സിക്ക് കണ്ണു വീഴാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിനും ഇന്റൻസിറ്റിക്കും അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിനും എല്ലാം യോജിച്ച താരം തന്നെയായിരുന്നു നവാസ് സദോയ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ശാന്തചിത്ത മനോഭാവത്തിൽ ഒരു ചെകുത്താനെ പോലെ ഒറ്റയാനെ പോലെ ആയിരുന്നു പലപ്പോഴും നവാസ് സദോയ് പൊരുതുന്ന കാഴ്ച നമ്മൾ കണ്ടത്. എപ്പോഴും ഒറ്റയാന്മാരെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്ന പതിവ് ബംഗളൂരു എഫ്സിക്കുണ്ട്. അതങ്ങനെ ഒരുപാട് താരങ്ങളെ അവർ ഒറ്റയാന്മാരാക്കി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിന് നവാസ് സദോയുടെ മേലൊരു കണ്ണ് പതിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പ്രമുഖ മലയാളി സ്പോർട്സ് കമന്റേറ്റർ ആയിട്ടുള്ള ഷൈജു ദാമോദരൻ പറയുന്നതനുസരിച്ച് ബംഗളൂരു എഫ്സിയുടെ കണ്ണുകൾ, കഴുകൻ കണ്ണുകൾ നവാസ് സദോയ്ക്ക് മേലെ പതിഞ്ഞിട്ടുണ്ട്. നവാസ് സദോയെ സ്വന്തമാക്കാൻ ബംഗളൂരു എഫ്സിയുടെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട് എന്ന് ഷൈജു ദാമോദരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഐറണിക്ക് മലയാളത്തിൽ എന്ത് പറയുന്നത്, വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈജു ദാമോ നിലവിൽ നവാസ് സദോയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് 1 വർഷത്തേക്ക് കൂടി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പം നവാസ് സദോയെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബംഗളൂരുവിന് കൊണ്ടുപോകണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്ന ട്രാൻസ്ഫർ ഫീസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 1 വർഷം കാത്തിരിക്കേണ്ടി വരും. ഏതായാലും നവാസ് സദോയെ സ്വന്തമാക്കാൻ ബംഗളൂരു എഫ്സി ആഗ്രഹിക്കുന്നു എന്ന് ഷൈജു ദാമോദരൻ റിപ്പോർട്ട് ചെയ്തു.